നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് വൃശ്ചിക മാസത്തിലാണ്. വൃശ്ചികം അവസാനിക്കാൻ പോകുന്നു. ഡിസംബർ 16-നാണ് ധനുമാസം 1 പിറക്കുന്നത്. ജ്യോതിഷപ്രകാരം പറയുകയാണെങ്കിൽ എല്ലാ മലയാള മാസവും ഓരോ മാറ്റങ്ങളും സംഭവിക്കുന്നുണ്ട്. എല്ലാ മാസം എന്ന് മാത്രമല്ല, ഓരോ ദിവസവും ഓരോ മിനിറ്റിനും പ്രപഞ്ചത്തിൽ പലവിധത്തിലുള്ള മാറ്റങ്ങളാണ്, ഗ്രഹമാറ്റങ്ങളാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതേപോലെയുള്ള മാറ്റങ്ങൾ ഈ ധനുമാസത്തിലും സംഭവിക്കുന്നുണ്ട്. ഡിസംബർ 16 ബുധനാഴ്ച ധനു 1 പിറക്കുകയാണ്. 27 നക്ഷത്രക്കാർക്കും ധനുമാസ ഫലം എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ പോകുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഈ അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തുന്നതിനായി ഷെയർ ചെയ്യാനും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ ധനുമാസം 1-ാം തീയതി മുതൽ 27 നക്ഷത്രക്കാർക്കും ഉണ്ടാകാൻ പോകുന്ന ഒരു മാസക്കാലത്തെ ഫലങ്ങളിലേക്ക് കടക്കാം. അതിലാദ്യത്തെ നക്ഷത്രം തന്നെ അശ്വതിയാണ്. അശ്വതി നക്ഷത്രത്തിന് ഈ ധനുമാസം ഭൂമി ലാഭം വന്നു ചേരുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഭൂമി വാങ്ങിക്കാനുള്ള ഭാഗ്യമുണ്ടാകും. ലാഭത്തിൽ നമ്മൾ പറയാറുണ്ടല്ലോ, അത് നമ്മൾക്ക് കുറച്ച് ചുളുവിന് കിട്ടിയെന്നൊക്കെ, അതേപോലെ നമ്മൾക്ക് ലാഭത്തിന് ഭൂമി ലഭിക്കാനുള്ള ഒരു സാധ്യത കൂടി ഈ സമയത്തുണ്ടാകുന്നുണ്ട്. ധനലബ്ധിയുടെ മാസമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾക്ക് വസ്തു വാങ്ങിക്കാനുള്ള ഒരു ഭാഗ്യം കൂടി ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എൻ്റെ കയ്യിൽ ധനമില്ലല്ലോ എന്ന് ചിന്തിക്കുന്നുണ്ടാവും. നിങ്ങൾ അയ്യോ ധനമില്ല, എങ്ങനെ വസ്തു വാങ്ങിക്കാനെന്ന്. പക്ഷേ ഈ ധനു 1 മുതൽ അതിനുള്ള ഭാഗ്യം വരും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു 5 സെൻറ്റ് വസ്തുവാണെങ്കിൽ പോലും നിങ്ങൾക്കത് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെടാനുള്ളൊരു സാധ്യത കൂടി ഈ ഒരു സമയത്തുണ്ട്, ധനം വന്നു ചേരാനും. അതേപോലെ തന്നെ ചില ആളുകളുണ്ട്, സ്നേഹത്തിൻ്റെ പേരിൽ സ്വർണം കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ പണയം വെക്കാൻ കൊടുക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ തിരിച്ച് കിട്ടാൻ, അല്ലെങ്കിൽ ആ വാങ്ങിയ വ്യക്തി ചിലപ്പോൾ തിരിച്ചെടുത്ത് തരാനുള്ള ബുദ്ധിമുട്ടുണ്ടാവുകയും അതുവഴി പിന്നീട് തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ആർക്കും സ്വർണ്ണാഭരണങ്ങൾ കടമായി കൊടുക്കാനോ അല്ലെങ്കിൽ ഒന്നിട്ടിട്ട് പിന്നെ എന്ന് പറഞ്ഞു കൊടുക്കുക, അങ്ങനെ തരത്തിലുള്ള ഒരു മാറ്റത്തിനും മുതിരാതിരിക്കുക. സന്താനങ്ങൾക്ക് വളരെ നല്ല സമയമാണ്. അതുകൊണ്ട് തന്നെ അശ്വതി നക്ഷത്രക്കാർക്ക് മക്കൾ നിമിത്തം സന്തോഷിക്കാനുള്ള ഭാഗ്യം കൂടി ഈ ധനുമാസത്തിൽ ഉണ്ടാകുന്നതാണ്. അടുത്ത നക്ഷത്രം ഭരണിയാണ്. കലാരംഗത്ത് ഉയർച്ച ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന, കലാമേഖലയുമായി പ്രവർത്തിക്കുന്നവർക്ക് ഉയർച്ച ഉണ്ടാകുന്ന ഒരു സമയമാണ് ധനു 1 മുതൽ ആരംഭിക്കുന്നത്. മനസ്സമാധാനം വർദ്ധിക്കും, ആരോഗ്യം തൃപ്തികരമായി മുന്നോട്ട് പോകും. അല്പം ശത്രു ഭയങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മൾ ശത്രുക്കളെന്ന് കരുതുന്ന ചില ആളുകളിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകൾ, കുത്തുവാക്കുകളൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുള്ളതിനാൽ തന്നെ വാക്കുതർക്കങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിലേക്കൊന്നും പോകാതിരിക്കാൻ ധനുമാസത്തിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വസ്തു തർക്കങ്ങൾ ഉണ്ടാകാനും, അതായത് നമുക്ക് കിട്ടേണ്ട സ്വത്താണ്, ചിലപ്പോൾ ഭൂസ്വത്തുപരമായ കാര്യങ്ങൾ നേരത്തെ എന്തെങ്കിലും തർക്കത്തിലുള്ളതാണെങ്കിൽ അത് ഈ ധനുമാസത്തിൽ അല്പം മൂർച്ഛിക്കാനും ഒക്കെ സാധ്യതയുള്ളതിനാൽ നമ്മളായിട്ട് ഒന്നും വഴക്കുണ്ടാക്കാനായി ഭരണ നക്ഷത്രക്കാരോട് പറയുകയാണ്, നിങ്ങളായിട്ടൊന്നിനും വഴക്കുകൾക്ക് ഇറങ്ങാതിരിക്കുക. കാരണം അല്പം നമ്മൾക്ക് പരാജയം ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ഭരണി നക്ഷത്രക്കാർ. അതുകൊണ്ട് ഈ ധനുമാസത്തിൽ വളരെയേറെ കരുതലും അത്യാവശ്യമാണ്. അടുത്തത് കാർത്തിക നക്ഷത്രമാണ്. അനാവശ്യമായി ഒരു കാര്യത്തിനും ധനം ചിലവാക്കാതിരിക്കാനൊന്ന് ശ്രദ്ധിക്കുക. അനാവശ്യമായി ധനം നഷ്ടപ്പെട്ടു പോകാനുള്ളൊരു സാധ്യത ഈ ധനുമാസത്തിൽ ഉണ്ടാകുന്നുണ്ട്. സർക്കാർ ജോലിക്കായി പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകൾക്ക് സർക്കാർ ജോലി ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ബിസിനസ് ചെയ്യുന്നവർക്ക് നേട്ടത്തിൻ്റെ സമയമാണ്. പിന്നെ ധാരാളം വെള്ളം കുടിക്കാനായി നിങ്ങൾ ശ്രമിക്കുക. മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ അല്ലെങ്കിൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യത ഈ സമയത്ത് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരോഗ്യ കാര്യങ്ങൾ നിങ്ങൾ കരുതൽ വേണം. അനാവശ്യ ധനം ചിലവ് ചെയ്യാതിരിക്കാനും ഈ ഒരു സമയത്ത് കാർത്തിക നക്ഷത്രക്കാർ കരുതൽ പുലർത്തേണ്ടത് അത്യാവശ്യമാണ്. അടുത്ത രോഹിണി നക്ഷത്രമാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് നേട്ടത്തിൻ്റെ സമയമാണ് ധനു 1 മുതൽ തുടങ്ങുന്നത്. വിദ്യാർത്ഥികൾ തങ്ങളുടെ വിദ്യാപരമായ കാര്യങ്ങൾ, പഠിത്തത്തിൻ്റെ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക, വളരെ ശ്രദ്ധ കൊടുക്കുക. നന്നായി പഠിക്കുന്ന വ്യക്തിയാണ്, അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല, ക്ലാസ്സിൽ പഠിക്കുന്നത് മാത്രം എൻ്റെ മനസ്സിലിരിപ്പുണ്ട്, ഇനി വീട്ടിൽ വന്ന് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ ചിന്തയുള്ളവരാണെങ്കിൽ അത് ചിലപ്പോൾ നല്ല ഒരു സമയത്താണെങ്കിൽ അത് വർക്കൗട്ട് ആവും. പക്ഷേ ഈ ഒരു സമയം നിങ്ങൾക്ക് അല്പം പിന്നോക്ക് പോകാനുള്ള ഒരു ധനുമാസത്തിൽ അല്പം പിന്നോക്കം ആവാനുള്ളൊരു സാധ്യതയുള്ളതിനാൽ ഈ ഒരു സമയം, ഈ ഒരു ധനുമാസക്കാലം വളരെ നന്നായി കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാനായി നിങ്ങളൊന്ന് ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ ജോലിക്കായി അലയുന്ന ആളുകളുണ്ട്, ഒരുപാട് നാളായി ജോലിക്ക് ശ്രമിക്കുന്നത്, ജോലി ലബ്ധിയുള്ള സമയമാണ്. അതോടൊപ്പം തന്നെ കുടുംബവുമായി ഒരുമിച്ച് ഉല്ലാസ യാത്രയ്ക്കൊക്കെ പോകാനുള്ള ഭാഗ്യം കൂടി ഈ ധനുമാസത്തിൽ ഉണ്ടാകുന്നതാണ്.
അടുത്തത് മകയിരം നക്ഷത്രമാണ്. സാമ്പത്തിക ലബ്ധിയുടെ സമയമാണ്. അല്പം ചിലവുകൾ കൂടി വർദ്ധിക്കുന്ന സമയമാണ്. ഇനി പുതിയ ഗൃഹം നിർമ്മിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് ധനു ഒന്ന് നല്ല സമയമാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂവണിയാൻ പോകുന്ന ഒരു സമയം കൂടിയാണ്. സന്താന ലബ്ധിക്കായി കാത്തിരിക്കുന്ന ദമ്പതികൾക്ക് വളരെ സന്തോഷത്തിൻ്റെ നിങ്ങൾക്ക് സന്താനം ഉണ്ടാകുന്ന ധനുമാസം നിങ്ങൾക്ക് വളരെ സന്തോഷിക്കാനുള്ള പല കാര്യങ്ങളും ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. ഇനി വിവാഹം വൈകുന്നു, വിവാഹം നടക്കുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്ന ആളുകൾ അവരും വിഷമിക്കേണ്ട കാര്യമില്ല. ധനുമാസത്തിൽ നിങ്ങൾക്ക് ചേർന്ന് ഉത്തമ പങ്കാളിയും ഭഗവാൻ നിങ്ങളിലേക്ക് കൊണ്ടുതരികയും അത് പിന്നീട് വിവാഹത്തിലേക്ക് എത്തുകയൊക്കെ ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് ധനുമാസം നിങ്ങൾക്ക് പ്രദാനം ചെയ്യാനായി പോകുന്നത്. അടുത്തത് തിരുവാതിര നക്ഷത്രമാണ്. മനസ്സുഖം കുറയുന്ന ഒരു സമയമാണ് ധനുമാസത്തിൽ വന്നു ചേരാൻ പോകുന്നത്. അല്പം യാത്രാ ക്ലേശങ്ങൾ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചില അടുത്ത ആളുകളിൽ നിന്നൊക്കെ അപവാദങ്ങൾ അല്ലെങ്കിൽ ചെയ്യാത്ത കുറ്റത്തിന് പഴി കേൾക്കേണ്ടതായ അവസ്ഥ കൂടി സംജാതമാകും. അതോടൊപ്പം തന്നെ നിങ്ങൾ ഗൃഹത്തിൽ വളർത്തുമൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അല്പം ബുദ്ധിമുട്ടുകൾ ഒക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഭയപ്പെടേണ്ട. നിങ്ങൾക്ക് വരാനുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അതിലൂടെ തള്ളി ദൈവമായിട്ട് അത് തട്ടിക്കളഞ്ഞതാണ് എന്ന് കരുതി സമാധാനിക്കുക. ആരോഗ്യ സംബന്ധമായി വളരെയേറെ കരുതൽ നിങ്ങൾ പുലർത്തേണ്ടത് അത്യാവശ്യമാണ്. അതോടൊപ്പം തന്നെ ഇതൊക്കെ കേൾക്കുമ്പോൾ അനാവശ്യമായ ടെൻഷൻ എന്തെങ്കിലും വരാനുള്ള സാധ്യത ഏവർക്കും ഉണ്ടായി. എല്ലാവരും നല്ലത് കേൾക്കാനല്ലേ ആഗ്രഹിക്കുന്നത്. അല്പം ബുദ്ധിമുട്ടുകൾ കേൾക്കുമ്പോൾ അത് സ്വാഭാവികമാണ്. എങ്കിലും അനാവശ്യമായ ടെൻഷൻ ആദ്യം ഇതൊക്കെ ഒഴിവാക്കാനായി ശ്രമിക്കുക. അടുത്തുള്ള നിങ്ങളുടെ ഭവനത്തോട് ഏറ്റവും അടുത്തുള്ള ക്ഷേത്രം ഏതാണോ അവിടെ പോയി ദർശനം നടത്തുക, ഭഗവാനോട് പ്രാർത്ഥിക്കുക. അതുമാത്രമാണ് പരിഹാരമായിട്ടുള്ളത്. അദ്ദേഹം നോക്കിക്കൊള്ളും. അല്പം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഗൃഹത്തിൽ വളർത്തുമൃഗങ്ങൾ നമ്മൾ അരുമയായിട്ട് വളർത്തുന്ന മൃഗങ്ങളാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് അവയ്ക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ട്. അതൊന്നും ടെൻഷനാക്കി എടുക്കേണ്ട. നമ്മൾക്ക് വരാനുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളാണ് അവരിലൂടെ പോയതെന്നുള്ള ഒരു സമാധാനത്തിൽ മുന്നോട്ട് പോവുക. അടുത്തത് പുണർന്ന നക്ഷത്രമാണ്. ജോലിയിൽ സ്ഥിരത ഉണ്ടാകുന്ന ഒരു സമയമാണ്. ടെമ്പററി ആയിട്ടൊക്കെ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ നഷ്ടപ്പെടുമോ എന്നൊക്കെ ഭയന്ന് ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. സ്ഥിരത ഉണ്ടാകുന്ന സമയമാണ്. അന്യദേശത്ത് പോകാനുള്ളൊരു ഭാഗ്യം കൂടി ഈ സമയത്ത് ഉണ്ടാകുന്നതാണ്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ആരുടെ കാര്യങ്ങളിലും അനാവശ്യമായി ചെന്ന് ഇടപെടാതിരിക്കുക. ചിലപ്പോൾ നമ്മൾ പറയും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, അവരുടെ കാര്യത്തിൽ എന്തും പറയാനുള്ള ഫ്രീഡം ഉണ്ട് എന്നൊക്കെ കരുതിയായിരിക്കും നമ്മൾ ചെന്ന് അത് ഇടപെടുന്ന നമ്മുടെ ഒപ്പീനിയൻസ് പറയുന്നത്. പക്ഷേ അത് പിന്നീട് നമ്മൾക്ക് തന്നെ ബുദ്ധിമുട്ടായി മാറുന്ന ഒരു ഒരു അവസ്ഥ വന്നു ചേർന്നേക്കാം. അതുകൊണ്ട് തന്നെ ആരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടാതിരിക്കുക. നിങ്ങളോട് എന്തെങ്കിലും അഭിപ്രായം ചോദിക്കും. നിങ്ങളുടെ അഭിപ്രായം ആരായുമ്പോൾ മാത്രം അതിനുള്ള ഉത്തരം കൊടുക്കാനായി ശ്രമിക്കുക. അതേപോലെ തന്നെ അധ്യാപക വൃത്തിയിൽ ഏർപ്പെടുന്നവർ, വക്കീലായിട്ടുള്ള ആളുകൾക്കൊക്കെ വളരെ നല്ല സമയമാണ്. നിങ്ങളുടെ കിരീടത്തിൽ ഒരു പുൻതൂവൽ കൂടി വരുന്ന തരത്തിലേക്കുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ധനുമാസത്തിൽ ചെയ്യാൻ കഴിയുന്നതാണ്. അത് മുഖേന ഒരു പ്രശംസയ്ക്ക് അംഗീകാരത്തിനുമൊക്കെയുള്ള വഴി ഈ സമയത്ത് ഉണ്ടാകുന്നതാണ്. അടുത്ത നക്ഷത്രം പൂയമാണ്. ആത്മീയ കാര്യങ്ങളിൽ ജിജ്ഞാസ, താല്പര്യമൊക്കെ വർദ്ധിക്കുന്ന ഒരു സമയമാണ്. ശരീരത്തിന് അല്പം ക്ലേശം, ബുദ്ധിമുട്ട്, അതും നിമിത്തം ആശുപത്രി വാസമൊക്കെ വരാനുള്ളൊരു സാധ്യത കൂടി ഈ സമയത്ത് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഭഗവാനെ മുറുകെ പിടിച്ചുകൊള്ളുക. സ്ഥാനലബ്ധിക്കുള്ള ഭാഗ്യം കാണുന്നുണ്ട്. സാമ്പത്തിക ഉന്നതി വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പോൾ ഭഗവാനെ മുറുകെ പിടിച്ചോളൂ. അനുഗ്രഹം നന്നായുള്ള ഒരു സമയമാണ്. അല്പം ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ കണ്ണിൽ തട്ടാനുള്ളത് പുരികത്ത് തട്ടിപ്പോയിക്കോളൂ. അതുകൊണ്ട് തന്നെ ഭഗവാനെ മുറുകെ പിടിക്കാൻ കൂടിയ ധനുമാസത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. അടുത്തത് ആയില്യം നക്ഷത്രമാണ്. പുതിയ ഗൃഹവാസം കാണുന്നുണ്ട് ഈ ഒരു സമയത്ത്. അല്ലെങ്കിൽ പുതുതായിട്ടൊരു ഗൃഹം വെക്കണം എന്ന് മനസ്സിൽ ആഗ്രഹം നടക്കുന്ന ആളുകളാണെങ്കിൽ ഈ വരുന്ന ധനുമാസത്തിൽ ഒരു തറക്കല്ലിടാനോ അല്ലെങ്കിൽ അതിൻ്റെ പ്രാരംഭ കർമ്മങ്ങൾ അല്ലെങ്കിൽ നടപടികൾ നടത്താനുമൊക്കെ ഉള്ളൊരു ഭാഗ്യം നിങ്ങൾക്ക് ഈ സമയത്ത് സിദ്ധിക്കുന്നതാണ്. മാതാപിതാക്കൾക്ക് സന്തോഷം നൽകാനായി ഈ സമയത്ത് സാധിക്കുന്നതാണ്. മംഗളകർമ്മങ്ങൾ നടത്താനും അതിന് സാക്ഷ്യം വഹിക്കാനുമുള്ള ഭാഗ്യം ഉണ്ടാകുന്നുണ്ട്. ഏറ്റെടുക്കുന്ന ദൗത്യമൊക്കെയും പൂർത്തീകരിക്കാനുള്ളൊരു ഭാഗ്യം കൂടി ഈ സമയത്ത് ആയില്യം നക്ഷത്രക്കാർക്ക് ധനുമാസത്തിൽ സിദ്ധിക്കുന്നതാണ്. മകം നക്ഷത്രമാണ് അടുത്തത്. അസാധ്യമായി ഒന്നും ഉണ്ടാകില്ല എന്ന് പറയുന്ന ഒരു സമയമാണ് ഈ ധനുമാസം മുതൽ നിങ്ങൾക്ക് ആരംഭിക്കാൻ പോകുന്നത്. പുണ്യപ്രവൃത്തികൾക്ക് താല്പര്യം ഉണ്ടാകുന്ന ഒരു സമയമാണ്. അതേപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വളരെ ഉയർച്ച ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു സമയമാണ്. നിങ്ങളും ഉദര സംബന്ധമായ രോഗങ്ങളൊന്നും പിടിപെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതിന് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങൾ കഴിവതും ഒഴിവാക്കുക. കാരണം നമ്മൾ പുറത്തു നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ചിലപ്പോൾ പല സ്ഥലത്തു നിന്ന് പലതൊക്കെ ആയിരിക്കും കഴിക്കുക. അപ്പോൾ എവിടെയാണ് ഏതാണ് കഴിച്ചതെന്ന് കൺഫ്യൂഷൻ വരികയും പിന്നീട് അസുഖങ്ങളിലേക്ക് വന്ന് പെടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. കഴിവതും അമ്മ ഉണ്ടാക്കി തരുന്ന പൊതിച്ചോറ് കൊണ്ടുപോയി ഉച്ചയ്ക്കൊക്കെ കഴിക്കാനായിട്ടൊന്ന് ശ്രമിക്കുക. പുറത്തു നിന്നുള്ള ഭക്ഷണം വളരെ രുചികരമായിരിക്കും വീട്ടിൽ നിന്നുള്ളതിനെക്കാട്ടി എന്ന് വിചാരിച്ച്. കാരണം കൃത്രിമമായിട്ടുള്ള നിർമ്മാണങ്ങളൊക്കെയാണ് അവർ ചെയ്യുന്നത്.
അപ്പോൾ വളരെയേറെ ശ്രദ്ധിക്കുക. അമ്മ ഉണ്ടാക്കി തരുന്ന ഭക്ഷണം മാത്രം ഈ ഒരു മാസക്കാലം നിങ്ങളുടെ ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിക്കുക. കാരണം ഉദരസംബന്ധമായ ചില ബുദ്ധിമുട്ടുകൾ വരാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് പുറത്തുനിന്നുള്ള ഭക്ഷണം കഴിവതും ഒഴിവാക്കും. അമ്മ ഉണ്ടാക്കി തരുന്ന അമ്മയുടെ ആ ഒരു സ്നേഹം തരുന്ന ആ വാത്സല്യത്തോട് തരുന്ന ആ ഭക്ഷണത്തോട് മാത്രം, അത് എപ്പോഴും ഇന്നെന്നല്ല എപ്പോഴും നമ്മൾ പുറത്തുനിന്നൊക്കെ ഭക്ഷണം കഴിക്കുന്നതിന് നെഗറ്റീവായി പറയുകയല്ലെങ്കിലും നമ്മൾ പുറത്തൊക്കെ ജോലി ചെയ്യുമ്പോൾ ഡെയിലി പല ഹോട്ടലുകളിൽ നിന്നൊക്കെ ആയിരിക്കും കഴിക്കുന്നത്. അപ്പോൾ അതും ചിലപ്പോൾ വയറിന് ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കാം. അങ്ങനെ അസുഖങ്ങളൊക്കെ വന്നേക്കാം. അത് നിമിത്തം വലയാനൊക്കെയുള്ള ഒരു സാധ്യത ഈ സമയത്തുണ്ട്. അതുകൊണ്ട് തന്നെ ആരോഗ്യകാര്യങ്ങളിൽ വളരെ ശ്രദ്ധ പുലർത്തേണ്ടത് അത്യാവശ്യമാണ്. അടുത്തത് പൂരം നക്ഷത്രമാണ്. ഭാഗ്യം തുണയ്ക്കുന്ന ഒരു സമയമാണ് ധനുമാസം മുതൽ ആരംഭിക്കാൻ പോകുന്നത്. കുടുംബത്തെ സമാധാനം, കുടുംബസുഖം വർദ്ധിക്കുന്ന സമയമാണ്. കടങ്ങൾ ഒരു പരിധി വരെ നീക്കാനായി നിങ്ങൾക്ക് ഈ സമയത്ത് സാധിക്കുന്നതാണ്. കാരണം ഭാഗ്യം തുണയ്ക്കുന്ന സമയമാണ്. അതേപോലെ തന്നെ പൂരം നക്ഷത്രക്കാരായ ആളുകൾക്ക് നിങ്ങൾക്ക് വിദേശ ഭാഗ്യം കാണിക്കുന്നുണ്ട്. പ്രതീക്ഷിക്കാതെ ആയിരിക്കും നിങ്ങൾക്ക് വിദേശത്ത് നിന്ന് സുഹൃത്തുക്കൾ വഴി അല്ലെങ്കിൽ ബന്ധുക്കൾ വഴി അല്ലെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത ജോലി ആ ഒരു ആപ്ലിക്കേഷൻ വഴിയൊക്കെ നിങ്ങൾക്ക് ജോലിക്ക് നിങ്ങളെ വിളിക്കാനുള്ളൊരു സാധ്യത കൂടി ഈ സമയത്ത് ഉണ്ടാകുന്നതാണ്. ഉത്രം നക്ഷത്രമാണ് അടുത്തത്. മനസ്സമാധാനം വർദ്ധിക്കുന്ന ഒരു സമയമാണ്. ആത്മവിശ്വാസം വർദ്ധിക്കും. ആത്മവിശ്വാസം വർദ്ധിക്കുമ്പോൾ മനസ്സിനൊരു സമാധാനം, സുഖം, സന്തോഷമൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. പരീക്ഷയ്ക്ക് എന്തെങ്കിലുമൊക്കെ തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ പരീക്ഷാ വിജയം ഉണ്ടാകുന്ന സമയമാണ്. സന്താനങ്ങളുടെ ഉയർച്ച ഉണ്ടാവുകയും അത് നിമിത്തം സന്തോഷിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു സമയമാണ് ധനുമാസം മുതൽ ഉത്രം നക്ഷത്രക്കാർക്ക് ഉണ്ടാകാൻ പോകുന്നത്. പുണ്യ ക്ഷേത്ര ദർശനം നടത്താനൊക്കെയുള്ള ഭാഗ്യം കാണുന്നുണ്ട്. അതേപോലെ തന്നെ പ്രണയിക്കുന്ന ആളുകൾക്ക് പ്രണയ സാഫല്യത്തിനുള്ള ഒരു സമയം കൂടി ഉത്രം നക്ഷത്രക്കാർക്കായ ആളുകൾക്ക് ഈ ധനുമാസത്തിൽ സിദ്ധിക്കുന്നതാണ്. അത്തം നക്ഷത്രക്കാർക്ക് ധനുമാസത്തിൽ തൊഴിൽ ലബ്ധിക്കുള്ള ഭാഗ്യം കാണുന്നുണ്ട്. ദൂരദേശ ഗമനത്തിനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. സാമ്പത്തിക സഹായ ലബ്ധി, അതായത് ഗവൺമെൻറ്റിൽ നിന്നാകാം അല്ലെങ്കിൽ ബന്ധുക്കളിൽ നിന്നാകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കടങ്ങൾ കിട്ടുന്നതാകാം. അപ്പോൾ അതൊക്കെ നിങ്ങളിലേക്ക് നിങ്ങൾ കൊടുത്ത ധനമായിരിക്കും. ഒരുപാട് നാളിന് ശേഷമായിരിക്കും നിങ്ങൾ അത് ചിലപ്പോൾ ഹ്യൂജ് എമൗണ്ട് ഒക്കെ ആയിരിക്കും മറ്റൊരാൾക്ക് ധനം അല്ലെങ്കിൽ കടമായി കൊടുത്തിരിക്കുന്നത്. അതൊക്കെ തിരിച്ചു കിട്ടില്ല എന്ന് നിങ്ങൾ പോലും വിധി എഴുതിയതൊക്കെ നിങ്ങൾക്ക് കിട്ടാനുള്ള ഒരു ഭാഗ്യം കാണുന്നുണ്ട്. കാരണം സാമ്പത്തികമായി വളരെ നല്ല സമയമാണ്. നിങ്ങളും ഭക്ഷണ കാര്യത്തിൽ ഒരു ക്രമീകരണം, വ്യായാമമൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ചില ബുദ്ധിമുട്ടുകളൊക്കെ വരാനും വണ്ണം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ഈ ഒരു സമയത്ത് ആരോഗ്യകാര്യങ്ങളിൽ വളരെ ശ്രദ്ധ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ചിത്തിര നക്ഷത്രമാണ് അടുത്തത്. പിതൃ സ്വത്ത് ലഭിക്കാനുള്ള ഭാഗ്യം ഈ സമയത്ത് കാണുന്നുണ്ട്. ജോലിഭാരം വർദ്ധിക്കും. എങ്കിൽ പോലും നിങ്ങൾക്ക് അത് ചെയ്തു തീർക്കാൻ സാധിക്കുന്നതാണ്. സാമ്പത്തിക നില വളരെയേറെ തൃപ്തികരമാകുന്ന ഒരു സമയമാണ്. അംഗീകാരങ്ങൾ ഉണ്ടാകും. നിങ്ങൾ കൃത്യമായി ജോലി ചെയ്യുന്ന നിമിത്തം നിങ്ങൾക്ക് അംഗീകാരങ്ങൾ വന്നു ചേരാനുള്ള ഭാഗ്യം കൂടി ഈ ധനുമാസത്തിൽ ചിത്തിര നക്ഷത്രക്കാർക്ക് ഉദിക്കുന്നതാണ്. അടുത്തത് ചോതി നക്ഷത്രമാണ്. അല്പം ധനനഷ്ടമൊക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഏജൻസി മുഖേനയൊക്കെ ജോലിക്ക് പോകാൻ തയ്യാറെടുക്കുന്ന ആളുകളാണെങ്കിൽ നന്നായിട്ട് അവരെ പറ്റി മനസ്സിലാക്കിയതിന് ശേഷം ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. ഭാരിച്ച ചുമതലകൾ ഇപ്പോൾ ഏറ്റെടുക്കേണ്ടി വരുന്ന സമയമാണ്. ഒരു വളരെ ഭാഗ്യദായകമായ സമയമാണെങ്കിൽ പോലും ചില വിഷമഘട്ടങ്ങൾ, അതായത് നമ്മൾക്കൊരു ജോലി സംബന്ധമായിട്ടായിരിക്കും ചിലപ്പോൾ പുതിയ ജോലിക്കൊക്കെ അപേക്ഷിക്കുന്നു. അപ്പോൾ ഏജൻസിക്കൊക്കെ ധനം കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ അതിനെപ്പറ്റി നന്നായിട്ട് വിശദമായി ചിന്തിക്കുക. കാരണം നമ്മൾക്ക് ചില മോശ സമയമാണെങ്കിൽ, ധനനഷ്ടം വരേണ്ട സമയമാണെങ്കിൽ നമ്മൾ ചെയ്യുന്നതൊക്കെ നഷ്ടത്തിൽ കലാശിക്കുക കൂടി ചെയ്യും. അതുകൊണ്ട് ഈ ധനുമാസത്തിൽ നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ വളരെയേറെ ശ്രദ്ധ പുലർത്തേണ്ടത് അത്യാവശ്യമാണ്. അടുത്തത് വിശാഖം നക്ഷത്രമാണ്. ഉത്തരവാദിത്വം വർദ്ധിക്കുന്ന ഒരു സമയമാണ്. വിലപ്പെട്ട രേഖകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വളരെ കൃത്യതയോടെ സൂക്ഷിക്കുക. അല്പം എന്തെങ്കിലും നഷ്ടം വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഇനി ബിസിനസ്സുകാർക്കാണെങ്കിൽ ലാഭത്തിൻ്റെ സമയമാണ്. നിങ്ങൾക്ക് പൂർവിക സ്വത്ത് ലഭിക്കാനുള്ള ഒരു ഭാഗ്യം കൂടി ഈ സമയത്ത് കാണുന്നുണ്ട്. എങ്കിലും ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുക, അല്പം ടെൻഷനൊക്കെ വരികയും ചെയ്ത് നമ്മൾ വെച്ചത് എവിടെയാണെന്ന് ഓർക്കാതെ മറന്നു പോകുന്ന ഒരു അവസ്ഥയൊക്കെ വന്ന് ഭവിക്കാനുള്ളൊരു സാധ്യത മുൻകൂട്ടി പറയുന്നതിനാൽ ഈ ധനുമാസം നിങ്ങൾ വളരെ കരുതൽ പുലർത്തേണ്ടത് അത്യാവശ്യമാണ്. അടുത്ത നക്ഷത്രം അനിഴമാണ്. ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് അല്പം നഷ്ടത്തിൻ്റെ സമയമാണ് ധനുമാസം. പൂർവിക സ്വത്ത് നിങ്ങൾക്കും ലഭിക്കാനുള്ളൊരു ഭാഗ്യം കാണുന്നുണ്ട്. സുഹൃത്ത് ബന്ധങ്ങൾ വീണ്ടും വന്നു ചേരാനുള്ള, അപ്പം എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ മനസ്സിനെ വിഷമപ്പെടുത്തി, അതായത് സുഹൃത്തുക്കൾ അകന്നുപോയ നിമിഷം എന്തെങ്കിലുമൊക്കെ വിഷമം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായെങ്കിൽ അവർ വീണ്ടും നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങളുടെയൊക്കെ സന്തോഷമുണ്ടാകുന്ന സമയമാണ്. സന്താനങ്ങൾ നിമിത്തം അനിഴ നക്ഷത്രക്കാർക്ക് സന്തോഷിക്കാനുള്ള ഭാഗ്യം, അഭിമാനിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നുണ്ട്. പുതിയ ഭവനം ലഭിക്കാനുള്ള അല്ലെങ്കിൽ പുതിയ ഭവനത്തിന് നിർമ്മാണങ്ങൾ തുടരാനുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സപ്പെട്ട് കിടക്കുന്ന ആളുകളായിരുന്നെങ്കിൽ അത് വീണ്ടും ഒരു പുനർജീവിപ്പിച്ചെടുക്കാനുള്ള ഒരു ഭാഗ്യം കൂടി അനിഴം നക്ഷത്രക്കാർക്ക് ഈ ധനുമാസത്തിൽ ഉണ്ടാകുന്നതാണ്. തൃക്കേട്ട നക്ഷത്രമാണ് അടുത്തത്. സന്തോഷം വർദ്ധിക്കുന്ന സമയമാണ്. കുടുംബ ജീവിതത്തിൽ ഒരു പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രയാസഘട്ടം നീങ്ങി സന്തോഷത്തിൻ്റെ സമയമാണ്. ലക്ഷ്യപ്രാപ്തിയുടെ സമയമാണ്.
എന്തെങ്കിലുമൊക്കെ വിഷപദാർത്ഥം അല്ലെങ്കിൽ എന്തെങ്കിലും ജീവികൾ നിമിത്തം വിഷം ഉണ്ടാകാതെ അല്ലെങ്കിൽ വിഷം തീണ്ടാനുള്ള സാധ്യത എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. അതായത് കടന്തലാകാം അല്ലെങ്കിൽ എന്തെങ്കിലും ജീവികളാകാം. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു ഭയം ഉണ്ടാകാനും ഒക്കെയുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് അസമയത്തുള്ള യാത്രകൾ ഒഴിവാക്കുക. പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കേണ്ടതും അത്യാവശ്യമാണ്. അടുത്തത് മൂലം നക്ഷത്രമാണ്. ബിസിനസ്സിൽ നേട്ടമുണ്ടാകുന്ന സമയമാണ്. ചുമതലകൾ വന്നു ചേരുന്ന സമയമാണ്. പിതൃസ്വത്ത് ലഭിക്കാനുള്ള അല്ലെങ്കിൽ പൂർവിക സ്വത്ത് ലഭിക്കാനുള്ള ഒരു സാധ്യത കൂടി ഈ സമയത്ത് കാണുന്നുണ്ട്. എന്തെങ്കിലും തർക്കങ്ങൾ വഴക്കുകളിലൊക്കെ പെട്ടുകിടക്കുന്ന സ്വത്താണെങ്കിലും നിങ്ങൾക്ക് ലഭിക്കേണ്ട കാര്യങ്ങൾ ഈ മാസം നിങ്ങൾക്ക് തന്നെ ലഭിക്കുന്ന ഒരു സമയവും അതുവഴി സന്തോഷിക്കാനുള്ള ഭാഗ്യം കൂടി ഈ സമയത്തുണ്ടാകുന്നുണ്ട്. അടുത്തത് പൂരാടം നക്ഷത്രമാണ്. ആത്മാർത്ഥമായി നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഇതുവരെ വിജയം ലഭിച്ചില്ലെങ്കിലും ഈ ധനുമാസത്തിൽ അത് വിജയത്തിലെത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. പ്രധാന കാര്യങ്ങളിൽ ഒക്കെ തീരുമാനം, വിവാഹ സംബന്ധമായിട്ടുള്ളതാകാം, അങ്ങനെ പല പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഈ സമയം തീരുമാനം എടുക്കാനും അത് വിജയത്തിലെത്തിക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കൃഷിയിൽ ലാഭമുണ്ടാക്കാനും പൂർവിക സ്വത്ത് ലഭിക്കാനും ഒക്കെയുള്ള ഭാഗ്യം ഈ മാസത്തിൽ നിങ്ങൾക്കുണ്ടാകുന്നുണ്ട്. ഉത്രാടം നക്ഷത്രക്കാർക്ക് സുഖഭോഗങ്ങൾ വർദ്ധിക്കുന്ന ഒരു സമയമാണ് ധനു 1 മുതൽ ആരംഭിക്കുന്നത്. കടബാധ്യതകൾ നിമിത്തം കലഹങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിഞ്ഞു പോകാനുള്ള സാധ്യതയും ആ കടം വീട്ടാനുള്ള ഒരു ഭാഗ്യം കൂടി ഈ സമയത്ത് സിദ്ധിക്കുന്നതാണ്. ഇനി സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ നല്ല സമയമാണ്. ഇനി രോഗം നിമിത്തം ഉത്തമ ചികിത്സ കിട്ടുന്നില്ല അല്ലെങ്കിൽ ചികിത്സയ്ക്ക് ഫലം കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ച ആളുകൾ ഉണ്ടാകുമല്ലോ, അവർക്കൊക്കെയും ഇനി ധനു 1 മുതൽ എന്തെങ്കിലും ചികിത്സകൾ നടത്തുന്നെങ്കിൽ അത് ഫലവത്താവുകയും നിങ്ങളുടെ ആരോഗ്യം പഴയ പോലെ തന്നെ തൃപ്തികരമാവുകയും ചെയ്യുന്ന ഒരു സമയമാണ് ആരംഭിക്കുവാനായി പോകുന്നത്. തിരുവോണം നക്ഷത്രക്കാർക്ക് മേലധികാരിയുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജോലികളൊക്കെ കൃത്യമായി ചെയ്യുക. മേലധികാരിയുമായി ഉടക്കാനൊന്നും പോകാതിരിക്കുക. ഇനി ഷെയർ മാർക്കറ്റിലൊക്കെ പണം ഇടുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളാണ്. ധനുമാസത്തിൽ അല്പം നഷ്ടങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. സുഹൃത്തുക്കളൊക്കെ അകലുന്ന ഒരു സമയമാണ്. അതായത് നമുക്ക് ദേഷ്യവും ബുദ്ധിമുട്ടും വരുമ്പോൾ അവരോടായിരിക്കും നമ്മൾ ദേഷ്യം കാണിക്കുന്നത്. അങ്ങനെ നിമിത്തം നമ്മളുടെ ഏറ്റവും ഉറ്റ സുഹൃത്തുക്കളൊക്കെ അകലാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അവസരോചിതമായി പ്രവർത്തിക്കാനുള്ള ഒരു ക്ഷമയും അത് ഏത് കാര്യവും നന്നായി ആലോചിച്ചതിന് ശേഷം പ്രവർത്തിക്കാൻ ഉള്ള ഒരു മുൻകരുതൽ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതാണ്. അവിട്ടം നക്ഷത്രക്കാരാണ് അടുത്തത്. ബി പി ഷുഗർ പോലെയുള്ള കാര്യങ്ങളുള്ള ആളുകൾ കൃത്യമായി മരുന്ന് കഴിക്കുക, ഭക്ഷണം കഴിക്കാനൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. സന്താനങ്ങൾക്ക് വളരെ നല്ല സമയമാണ്. നിങ്ങൾക്ക് പുതിയ ജോലി കിട്ടാനായി ഒരുപാട് അലയുന്ന ആളുകൾ ഉണ്ടാവും. അവിട്ടം നക്ഷത്രക്കാർക്ക് ജോലി സിദ്ധിക്കുന്ന സമയമാണ്. അന്യദേശത്ത് നിന്ന് നിങ്ങളുടെ ബന്ധുക്കൾ നിമിത്തം നിങ്ങൾക്ക് ജോലിക്കായിട്ടുള്ള അറിയിപ്പ് വരുന്നതിനുള്ള ഒരു ഭാഗ്യം കൂടി അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ ധനുമാസത്തിൽ ഉണ്ടാകുന്നതാണ്. അടുത്തത് ചതയം നക്ഷത്രമാണ്. ശാരീരിക ബുദ്ധിമുട്ടുകൾ അല്പം കൂടി വർദ്ധിക്കുന്ന ഒരു സമയമാണ്. എങ്കിൽ പോലും നിങ്ങൾക്കതൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. കാരണം പതിയെ ആ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കൊരു മോചനം ലഭിക്കുന്ന ഒരു അവസരം കൂടി ഈ ധനുമാസം പകുതി മുതൽ ഉണ്ടാകുന്നതാണ്. വീട് പണി അല്പം മന്ദതയിലൊക്കെ പോകാനുള്ളൊരു സാധ്യത കൂടി ഈ സമയത്ത് കാണുന്നുണ്ട്. ക്ലൈമറ്റും അത്ര ശരിയല്ലല്ലോ, അതൊക്കെ കൊണ്ടാകും. അല്ലാതെ വേറെ വിഷമിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ചെയ്യാത്ത കാര്യങ്ങൾക്ക് അല്പം പഴി കേൾക്കേണ്ടതായ അവസ്ഥ വന്നേക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അല്പം ആശുപത്രി വാസം, അതായത് ഒരു പനിയായാൽ പോലും നമ്മൾ ആശുപത്രി പോകുന്നു, ചിലപ്പോൾ 1-2 ദിവസം കിടക്കേണ്ടി വരും. അപ്പോൾ ചെറിയ ബുദ്ധിമുട്ടുകളായിരിക്കും. കണ്ണിൽ തട്ടാനുള്ളത് പുരികെട്ട് തട്ടി പൊയ്ക്കോളും എന്ന് ചിന്തിക്കുക. ഭഗവാനെ പ്രാർത്ഥിക്കുക. നന്നായി അടുത്തുള്ള ക്ഷേത്ര ദർശനം നടത്തുക. കഴിയുന്ന വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ കൂടി മറക്കണ്ട. പൂരുരുട്ട നക്ഷത്രമാണ് അടുത്തത്. തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു സമയമാണ് ധനു 1 മുതൽ ആരംഭിക്കുന്നത്. വിദേശത്ത് ജോലി നേടാനുള്ളൊരു ഭാഗ്യം കൂടി ഈ സമയത്ത് സിദ്ധിക്കുന്നതാണ്. കർമ്മമേഖലയിൽ ശുഭ സൂചനകൾ നിങ്ങൾക്ക് തന്നെ ബോധ്യമാകുന്ന സമയമാണ്. നിങ്ങളും ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ വളരെ പുലർത്തേണ്ട അത്യാവശ്യമാണ്. കൃത്യമായ സമയത്ത് ഭക്ഷണം കഴിക്കുക. മരുന്നൊക്കെ ഉണ്ടെങ്കിൽ കൃത്യമായ സമയത്ത് കഴിക്കാനായി കൂടി നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്. ഉത്രട്ടാതിയാണ് അടുത്ത നക്ഷത്രം. വീട് നിർമ്മാണം നടത്തുന്ന ആളുകൾക്ക്, വീട് നിർമ്മാണത്തിനായി, അതായത് പുതിയൊരു ഗൃഹം വേണമെന്ന ആഗ്രഹം പൂർത്തീകരണത്തിനായി അതിൻ്റെ ഒരുക്കങ്ങൾ നടത്തുന്ന ആളുകൾക്ക് അല്പം മന്ദഗതിയിലൊക്കെ ആകാൻ ഉള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ആഗ്രഹ പൂർത്തീകരണത്തിൻ്റെ സമയം കൂടിയാണ്. നിങ്ങൾക്ക് ഉത്സാഹം വർദ്ധിക്കുന്ന ഒരു സമയമാണ്. വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല ഒരു സമയമാണ്. ഈ ഒരു 2024 വെച്ച് ഏറ്റവും നല്ലൊരു സമയമാണ് ധനു 1 മുതൽ വിദ്യാർത്ഥികൾക്ക് ആരംഭിക്കുന്നത്. അടുത്തത് രേവതി നക്ഷത്രമാണ്. തൊഴിലിൽ വളരെ ലാഭം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു സമയമാണ് രേവതി നക്ഷത്രക്കാർക്ക് ധനു 1 മുതൽ ആരംഭിച്ചിട്ടുള്ളത്. വാഹന ലബ്ധിക്കുള്ള ഒരു ഭാഗ്യം ഈ സമയത്ത് കാണുന്നുണ്ട്.
ദാമ്പത്യ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മോചനം ഉണ്ടായെടുക്കുന്ന സമയമാണ്. വാക്കും പ്രവൃത്തിയും ഒക്കെ വളരെയധികം യോജിച്ചു പോവുകയും നിങ്ങൾ ഇതുവരെ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ വാക്കൊന്നും പ്രവൃത്തി ഒന്നെന്ന് പറഞ്ഞ് കളിയാക്കിയവരോ അല്ലെങ്കിൽ പുച്ഛിച്ചവരോ ഒക്കെ ആളുകളും പോലും നിങ്ങളുടെ പ്രവൃത്തി, നിങ്ങൾ പറയുന്ന വാക്കുകൾ അതൊക്കെ പ്രാവർത്തികമാക്കുന്നതാണെന്ന തോന്നൽ അവരിൽ ഉണ്ടാക്കിയെടുക്കാനും അതുവഴി തന്നെ നിങ്ങൾക്ക് അഭിമാനിക്കാനുള്ള അവസരങ്ങളൊക്കെ ഈ ധനുമാസത്തിൽ വന്നു ചേരുന്നതാണ്. അവൾ 27 നക്ഷത്രക്കാർക്കും ഈ ധനുമാസം 1 മുതൽ മലയാള മാസത്തിൽ ഉണ്ടാകുന്ന ഫലങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞത്.